ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് ടൈംലെസ് ക്ലാസിക് സിനിമയെ കുറിച്ചാണ്. സി പ്രേംകുമാർ അദ്ദേഹത്തിന്റെ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് സമ്മാനിച്ച ഒരു ബ്യൂട്ടിഫുൾ സിനിമ. 96 ആണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. ആ സിനിമ ഒരുപാട് ആഘോഷിച്ച് അതിനെ ഇപ്പോഴും ഒരു ക്ലാസിക് സിനിമയായിട്ട് നമ്മളെല്ലാവരും കാണുന്ന, നമ്മുടെ എല്ലാവരുടെയും ഒരു യങ്ങർ പാർട്ട് നമ്മളൊക്കെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ച ഒരു സിനിമ. മിസ് ചെയ്യുന്ന ഒരു ലൈഫിനെ കുറിച്ച് ഇത്രത്തോളം മനോഹരമായിട്ട് എടുക്കാൻ കഴിയുന്ന വേറൊരു ഡയറക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സി പ്രേംകുമാർ ഈ സിനിമയെ സമീപിച്ചിരിക്കുന്നത്. ഈ സിനിമയെ എത്രത്തോളം ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് സമീപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് ഈ സിനിമ കാണുന്ന സമയത്ത് നമുക്കൊരു ഒരു കുറ്റി കണ്ണുനീരില്ലാതെ ഈ സിനിമ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട്, അത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഒരു സ്ലോ പേസ് സിനിമയായിരുന്നിട്ട് പോലും ഇത്രത്തോളം എൻഗേജ്ഡ് ആക്കി വെക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ വലിയ വിജയം. 2D പ്രൊഡക്ഷൻ്റെ ബാനറിൽ വന്ന് ഒരുപാടധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. ബട്ട് മലയാളികൾ ഈ സിനിമയെ ഒരുപാടധികം ആഘോഷിച്ച് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സിനിമ പറയുന്നുണ്ട്. നമ്മുടെ നൊസ്റ്റാൾജിയ, അതായത് വീണ്ടും നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമ. ബ്യൂട്ടിഫുള്ളാണ്. ഒരു കണക്ഷൻസിനെ കുറിച്ച് പറയുന്നതാവട്ടെ, ബന്ധങ്ങളിലുള്ള കോട്ടങ്ങളെ കുറിച്ച് പറയുന്നത്, ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് എത്രത്തോളം ആവശ്യമാണ്, ഒരു ഹ്യൂമൻ വാല്യൂസ് എന്താണ്, ഇമോഷൻ, അതായത് ഇമോഷണൽ കണക്ഷൻ, ചുറ്റുമുള്ള മനുഷ്യരെ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ സ്നേഹിച്ചാൽ ഈ സമൂഹം, ഈ ലോകം എത്രത്തോളം ബ്യൂട്ടിഫുൾ ആകും എന്ന് സി പ്രേംകുമാർ ഈ സിനിമയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും എന്നെ കണക്ട് ചെയ്ത, ഇത്രയും എൻ്റെ ലൈഫിനോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ വേറെയില്ല. ഈ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നിങ്ങളുടെ ലൈഫിൽ എവിടേക്കോ വന്ന് മറഞ്ഞു പോയ പോലെ ഫീൽ ചെയ്യും. കാരണം ഒരുപാടധികം എനിക്ക് ഈ സിനിമയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിയലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. ആക്ച്വലി അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഈ ചൈൽഡ്ഹുഡൊക്കെ ഞാൻ ഒന്ന് റീവിസിറ്റ് ചെയ്തു. അതുപോലെ നമ്മുടെയൊക്കെ ഫാമിലീസിൻ്റെ വീട്ടിലേക്ക് ലീവൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ പോകില്ല, കസിൻസിനെ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഫാമിലീസിനെ നമ്മൾ സമീപിച്ചിരുന്ന ഒരു സമീപനവും ഇപ്പോൾ ഉള്ള സമീപനവും ഉള്ള ഡിഫറൻസ്, ഇപ്പം നമ്മൾക്കും അവർക്കും തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് സിനിമ. അതുപോലെ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഈ സിനിമ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, നമ്മുടെയൊക്കെ ഫ്രണ്ട്സായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബകാര്യങ്ങൾ സംസാരിക്കും, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും, സിനിമയെക്കുറിച്ച് സംസാരിക്കും, രാഷ്ട്രീയം സംസാരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 2 ആൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ആ ഒരു ടോപ്പിക്കിൽ വരേണ്ടത് വളരെ നാച്ചുറലി വരേണ്ട കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആക്ച്വലി അത് അങ്ങനെ തന്നെയാണ്. ഭയങ്കര റിതമായിട്ട്, ഭയങ്കര ഫ്ലോ ആയിട്ട് പോകുന്ന ഓരോ സീൻ ബൈ സീൻ നോക്കുന്നത് ഭയങ്കര റിതമായിട്ട്, ഭയങ്കര ഫ്ലോ ആയിട്ട് പോകുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സിനിമയിൽ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള വേറെ കുറച്ച് സീനുകളിലൊന്ന്, എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും കരയുന്നത്. ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കാരണം സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്രൊപ്പഗണ്ടയെ സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്തു. ഞാനൊക്കെ എൻ്റെ ചെറുപ്പം തൊട്ട് ഇന്ന് വരെ ഞാൻ അധികം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മെയിൽ കരയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മുടെയൊക്കെ ഇമോഷണലായിട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് കരയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ. ദാറ്റ് വാസ് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനൊക്കെ ഒരുപാട് തവണ കരയാൻ ശ്രമിച്ചിട്ട് എനിക്ക് കരയാൻ പറ്റാറില്ല. അതായത് ഒരു റിയാലിറ്റിയാണ്, ഒരു സാഡ് റിയാലിറ്റിയാണ് ആക്ച്വലി ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അതിനെ ഇത്രയും സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ആ സീൻ അത്രയും മനോഹരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിറ്റുവേഷൻസിൽ അവർ ഹോൾഡ് ചെയ്യുന്ന പെയിനിനെ അവർ ബ്രേക്ക് ചെയ്ത് കരയുന്നുണ്ട്. മനോഹരമായ സീനാണ് ലത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ സീൻ. ലതയും അരവിന്ദ് തമ്മിലുള്ള അവർ തമ്മിലുണ്ടാകുന്ന ഒരു കിട്ടാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ചും ലത ഹോൾഡ് ചെയ്യുന്ന ഒരു പെയിനാണ്. സോ ആ പെയിന് ലിറ്ററലി നമുക്ക് ഫീൽ ചെയ്യും. നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് ഇവിടെ കൊള്ളും. അവർ പറയുന്ന ഒരു വാക്കുകൾ ഇവിടെ കൊള്ളുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു
ഒരു പ്രശ്നത്തെ കുറിച്ചല്ല ആ സീനിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഒരു പാരൻസ് എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം കൊണ്ട് അവരുടെ ലൈഫിൽ അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് ഒക്കെ ആ സീനിൽ സംസാരിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ അരവിന്ദ് സ്വാമിയുടെ എക്സ്പ്രഷൻസും എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് അല്ലാതെയും അരവിന്ദ് സ്വാമി ആ സീനിൽ അത് ഭയങ്കര സട്ടിലായിട്ട് ഭയങ്കരമായിട്ടൊരു റിയലിസ്റ്റിക് ഫീൽ തരുന്ന ഒരു സീനായിരുന്നു അത്. ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സീനുണ്ട്, അതിലും ഭയങ്കരമായി ഈ സിനിമയിൽ ഒരു വലിയൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത് എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് പ്രേക്ഷകൻ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന സീനിൽ ഈ ഗിഫ്റ്റ് പേപ്പർ എടുക്കുന്ന വിധം, അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് പേപ്പർ എനിക്ക് സൂക്ഷിച്ച് വെക്കണം എന്ന് പറയുന്നത്, അതുപോലെ ഗിഫ്റ്റ് കാണുമ്പോൾ ഉള്ള അവരുടെ എക്സൈറ്റ്മെൻറ്റ്, അരവിന്ദ് സ്വാമി ഹോൾഡ് ചെയ്യുന്ന ഒരു അവിടെ അരവിന്ദ് സ്വാമി ഇമോഷണലി ബ്രേക്ക് ആവും. അതുപോലെ അത് ഒരുപാട് ബ്യൂട്ടിഫുൾ. അതായത് ഞാൻ എന്താണ് ഇത്രത്തോളം കുറേ ഹൈഡ് ചെയ്ത് പറയാൻ ശ്രമിക്കുന്നത് വെച്ചാൽ, കാണാത്ത പ്രേക്ഷകർക്ക് ഒരു സ്പോയിലർ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. ഒരുപാട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതുപോലെ സിനിമയിൽ സ്റ്റാർലൈറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ജല്ലിക്കെട്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, മറ്റുള്ള പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്കതൊന്നും ഭയങ്കര ലാഗായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപാട് പ്രേക്ഷകർ ലാഗാണ്, ആ പ്രശ്നത്തിനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ തമിഴ് പ്രേക്ഷകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എനിക്കത് ഒരു ലാഗായിട്ടോ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യം പറയണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് രണ്ട് പേരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് വരുന്ന ഒരു സാധാരണ ഒരു ടോപ്പിക്കാണ് പൊളിറ്റിക്സ്. അതിൽ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഒരു കാര്യം മാത്രമാണ് പൊളിറ്റിക്സ്. അത്രേ ഉള്ളൂ. ഞാൻ അത്രേ ഉള്ളൂ അതിനാണ് കാണുന്നത്. കാർത്തിയുടെ ഇന്നസെൻസ് നമുക്ക് ആ സീൻസിലൊക്കെ മനസ്സിലാവും. ഇമോഷണലി ബ്രേക്ക് ആവുന്നുണ്ട്, അതിൽ കരയുന്നുണ്ട്. സോ ആ സീനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് വേറെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനുകളുണ്ട്. പക്ഷേ ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. കാരണം നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഒക്കെ വേണ്ടേ. സോ ഞാൻ എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുന്നു. സോ ഞാനതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നെറ്റ്ഫ്ലിക്സിലുണ്ട്, പോയി കാണുക. പിന്നെ ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ക്യാമറ. ഒരുപാട് നൈറ്റ് ഷോട്ട്സ് ഉണ്ട്, അതിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റും മറ്റും മാത്രം വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി. അതായത് അവരുടെ മൊമെൻറ്റ്സും എക്സ്പ്രഷൻസും ഒക്കെ ക്യൂട്ടായിട്ട്, അതായത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതിൽ മ്യൂസിക് പിന്നെ ഗോവിന്ദ് വസന്തയെന്ന് പറയേണ്ടല്ലോ, പുള്ളി വേറെ ലെവലാണ്, പുള്ളി പൊളിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ട ഈ സിനിമയുടെ ലാംഗ്വേജ് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു റിതം കീപ്പ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഈ സിനിമയിൽ 2 പാട്ടുകൾ കമൽഹാസൻ സാറാണ് പാടിയിട്ടുള്ളത്. അതിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ വേറെ ലെവലാണ്, ബ്യൂട്ടിഫുൾ ആയിട്ട്. ആ ഒരു സോങ്ങിലൊക്കെ ആ ഒരു സീനിനെ എലവേറ്റ് ചെയ്യുന്ന ഒരു സീനിൽ കമൽഹാസൻ സാറിൻ്റെ ആ പാട്ട് കേട്ട് ലിറ്ററലി ഞാൻ കരഞ്ഞിട്ടുണ്ട്. കേട്ടോ, അത്രയും ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യും, അത്രയും കണക്ഷൻ ഫീൽ ചെയ്യും. വീണ്ടും ഞാൻ പറയുന്നു, ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ മിസ് ചെയ്തത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈംലെസ് ക്ലാസിക് സിനിമയാണ്. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ കാണണം, നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഇതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനുണ്ട്, കാർത്തിയും അരവിന്ദ് സ്വാമിയും തമ്മിലുള്ള ഒരു സീൻ. അതായത് ഈ എൻ്റയർ സിനിമയെ ഒരു സീൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നത്. കാർത്തി അരവിന്ദ് സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, எனக்காக நீங்கள் அந்த 4 பேரை மன்னிச்சிடுறீங்களா എന്ന് ചോദിക്കും. അപ്പോൾ അരവിന്ദ് സ്വാമി പറയും, எப்படி இருக்க இப்படியே இரு, മാറിയിടാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നിങ്ങളെ ഈ ചാനൽ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഇതുപോലുള്ള സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കഥകളും അതുപോലെ യാത്രാനുഭവങ്ങളും ബുക്ക് റിവ്യൂസും എല്ലാമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു ഓൾ.